ഗൈസ് വെൽക്കം ബാക്ക്. ഗുഡ് മോർണിംഗ്. അപ്പോൾ രാവിലെ ആയിക്കൊണ്ടിരിക്കുന്നു. സമയം ഇപ്പോൾ ഏകദേശം 6 മണി കഴിഞ്ഞിട്ടുണ്ട്. നമ്മളവിടുത്തെ പള്ളിയാണിത്. അപ്പം ഞാൻ ഈ രാവിലെ തന്നെ വെളുപ്പാങ്കാലത്ത് എങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ തിരിച്ച് എറണാകുളത്തിന് പോവുകയാണ്. തിങ്കളാഴ്ചയാണ്. അപ്പോൾ രാവിലെ തന്നെ എറണാകുളം പോകാൻ സമയത്ത് 6:30 ആയി വരുന്നതേ ഉള്ളൂ. നേരമൊക്കെ വെളുത്ത് വരുന്നുണ്ട്, കാണുമ്പോൾ മനസ്സിലാവും. എന്തായാലും നമ്മളെ കവല എത്തിട്ട് എന്നിട്ട് ഞാൻ സമയം കാണിച്ചിട്ട് കേട്ടോ. 6:29 ആയിട്ടുണ്ട്. ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്ത് കുറച്ച് നേരം നിൽക്കുന്നു. നമ്മളവിടുത്തെ കവലയിൽ നിൽക്കുകയാണ്. എന്തെങ്കിലും ഒരു സൂപ്പർ ഫാസ്റ്റ് ഭയങ്കര എന്തെങ്കിലും ഒന്ന് വന്നിരുന്നെങ്കിൽ ചവിടെ നേരെ കയറാനില്ല. ഇവിടുന്ന് ഫാസ്റ്റ് കിട്ടി കഴിഞ്ഞാൽ നേരെ പിന്നെ വയറ്റിൽ പോയി ഇറങ്ങാം. ഓർഡിനറി ആണ് കിട്ടണമെങ്കിൽ ചേർത്തല പോയിട്ട് വേണ്ടി വരും. എന്തായാലും ബസ് വരട്ടെ, വെയിറ്റ് ചെയ്യാം. ഫൈനലി ഒരു ബസ് വന്ന് ചേർത്തലക്ക് ഉണ്ട്. ഒരു ഓർഡിനറി ആയിരുന്നു. ഞാൻ ഫാസ്റ്റ് പാസഞ്ചർ കിട്ടുമെന്ന് വിചാരിച്ചു. നല്ല തിരക്കുണ്ടായിരുന്നു, പക്ഷേ ഒരെണ്ണം വന്നായിരുന്നു, പക്ഷേ നല്ല തിരക്കായിരുന്നു. ഏതായാലും ചേർത്തലയിൽ നല്ല ഫാസ്റ്റ് പാസഞ്ചറോ സൂപ്പർ പാസഞ്ചറോ എന്തെങ്കിലും കിട്ടുമെങ്കിൽ നോക്കാം. ഫൈനലി നമ്മൾ ചേർത്തലെത്തി. ചേർത്തലിൽ സുൽത്താൻ ബത്തായിരിക്കും ബസ് രാവിലെ എടുക്കുന്നുണ്ട്. 6:30 കഴിഞ്ഞിട്ടുണ്ട്, 7 മണിയാകാതെ ആയി വരുന്നു. അപ്പോൾ ഈ ബസ് സ്റ്റാൻഡിൽ നിന്ന് എടുത്തത് സുൽത്താൻ ബത്തേരിക്കുള്ള വണ്ടിയാണ്. നമ്മുടെ ചേർത്തലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. 7:15 നമ്മൾ പോകുന്നത്. എന്തായാലും ഇതിൽ പിടിച്ച് പോകാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ അരൂർ എത്താറായി വരുന്നുണ്ട്. വണ്ടി ചെയ്യുന്നപ്പോൾ ജസ്റ്റ് ഒന്ന് മുടി നോക്കാൻ വേണ്ടി എടുത്താണ്. എന്നാലും നല്ല കാറ്റിട്ട് മുട്ടി പറന്ന് വേറെ വീട്ടൊക്കെ പോകുമായിരുന്നു. ഈ ബംഗാളിൽ കൂട്ടി തീരുമാനിച്ചിട്ട് ഇനി എന്തായാലും നേരെ വയറ്റിൽ പിടിക്കാൻ, വയറ്റിൽ നിന്ന് തൃപ്പൂണിത്തുറയ്ക്ക് അങ്ങനെ എന്തെങ്കിലും പോകാം എന്നാണ് പ്ലാന്. പിന്നെ ബ്ലോക്കുണ്ട്, അത്യാവശ്യം നല്ല രീതിക്ക് എത്തുക. ഇന്ന് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അരൂർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. സാനിയുടെ വണ്ടിയെ കിടപ്പുണ്ട് ഇവിടെ. മറ്റേ നമ്മളെ ഫ്ലൈ ഓവറിൻ്റെ പണിക്ക് വേണ്ടി. ഇതെന്തായാലും 1 വർഷത്തിനുള്ളിൽ മിക്കവാറും തീരും. ഈ 1 വർഷത്തിനുള്ളിൽ പണി എന്തായാലും തീരും. തീർന്നു കഴിഞ്ഞാൽ പരിപാടി പൊളിയായിരിക്കും. ഈ ഒരു റൂട്ടെന്ന് പറഞ്ഞാൽ ആലപ്പുഴയ്ക്ക് പിന്നെ പടയെന്നും കിടക്കും. നിറയെ വണ്ടികളൊക്കെ ഉണ്ട് ഇതിനകത്ത്. സാനിയുണ്ട്, JCB ഉണ്ട്, പിന്നെ ഹിറ്റാച്ചി കുറവാണെന്ന് തോന്നുന്നു. സാനിയും JCBയുടെ വണ്ടികളാണ് കിടക്കുന്നത്. അതിനകത്ത് JCBയുടെ ബാക്ക് ലോഡറും പിന്നെ JCBയുടെ എക്സ്കവേറ്ററും കിടപ്പുണ്ട്. പിന്നെ സാനിയുടെ മറ്റേ ഗ്രൗണ്ട് പിടിക്കുന്ന സാധനങ്ങൾ. ഫൈനലി നമ്മൾ വയറ്റിലെത്തി. എന്തായാലും ഹബ്ബി ചെല്ലട്ടെ പൈസ. അങ്ങനെ ഹബ്ബി എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് തൃപ്പൂണിത്തുറ പിടിച്ചാൽ എന്നാണ് പ്ലാൻ. ഹബ്ബി കയറിയിട്ട് വേണം അടുത്ത ബസ്സിനോട്ട് കൊണ്ടുപോകാൻ നോക്കാം. ഫൈനലി നമ്മുടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇത് നമ്മുടെ ഞാൻ്റെ അവിടെ നിന്ന് വർഷോളിക്ക് പോകുന്ന റോഡൊന്നും ഞങ്ങൾ വീട്ടിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അവിടെ ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഒരു ചായ പിടിച്ചെന്നുള്ള പ്ലാനുള്ളതുകൊണ്ട് ഞാൻ സ്ഥിരം ചായ പിടിക്കുന്ന നമ്മുടെ കടയിലേക്ക് വന്നിരിക്കുക. ഇതാണ് ഞാൻ ചായ പിടിക്കുന്നത്, ഞങ്ങളുടെ ഫ്രണ്ടിലുള്ള കട. ഞാൻ എപ്പോഴും ചായ വന്ന് പിടിക്കുന്ന ഇന്നാണ്. അപ്പോൾ ഒരു ബൂസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സമയം 8:33 ആയിട്ടുണ്ട്. ഒരു ചായ കുടിച്ചിട്ട് നേരെ ഡ്രസ്സുമാർ വർഷത്തിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ഓർമ്മയില്ല, ഇത്രയൊക്കെയുള്ള വ്ളോഗ്. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കുക, സബ് അടിക്കുക, ഷെയർ അടിക്കുക. പറയുന്ന കാര്യങ്ങളൊക്കെ അറിയാം, സ്ഥിരം പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇത്രേ ഉള്ളൂ. പിന്നെ നല്ല വെയിലുണ്ട്, അത് കാരണമായിട്ട് പോകാൻ നല്ല ക്ലിയർ ആയിട്ട് കാണാം. പിന്നെ ഇത് കഴിഞ്ഞിട്ട് നേരെ റൂമിൽ പോവുക, ഡ്രസ്സ് മാറുക, നേരെ പഠിക്കുക. അപ്പോൾ എന്തായാലും ബൈ.